നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയിൽ മോഷണം നടന്ന മൂന്നാം ദിവസമായിട്ടും പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മോഷ്ടാവ് സഞ്ചരിച്ചത് TVS എൻടോർക്ക് സ്കൂട്ടറിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ എൻടോർക്ക് സ്കൂട്ടർ തൃശൂർ ജില്ലയിൽ മാത്രം 10,000-ലേറെയാണ്. അതുകൊണ്ട് പ്രതിയെ കണ്ടുപിടിക്കുക എന്നത് വലിയ കടമ തന്നെയാണ്. ജില്ലയിൽ എൻടോർക്ക് സ്കൂട്ടറുള്ളവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പട്ടാപ്പകൽ ബൈക്കിലെത്തി വെറുമൊരു കത്തി കാണിച്ച് 3 മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. നട്ടുച്ച സമയത്താണ് മോഷ്ടാവ് എത്തിയത്. ഈ സമയം ബാങ്ക് പരിസരം വിജനമായിരുന്നു. 47 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷം മാത്രം എടുത്ത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ബാക്കിയാണ്. മുൻ പരിചയമില്ലാത്ത ആൾക്ക് 3 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി പുറത്തിറങ്ങാനാകുമോ എന്ന സംശയവുമുണ്ട്. മോഷണത്തിന് ശേഷം പ്രതി എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ബാങ്കിൽ നിന്ന് ഇറങ്ങിയ മോഷ്ടാവ് ചാലക്കുടി ടൗൺ ഭാഗത്തേക്കാണ് പോയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അങ്കമാലി, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന ഊർജിതപ്പെടുത്തിയിരുന്നു. എന്നാൽ അവിടങ്ങളിലേക്ക് പ്രതി എത്തിയിട്ടില്ലെന്ന് രാത്രി വൈകിയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. മോഷണം നടന്ന ബാങ്കിന് 2 കിലോമീറ്റർ അകലെയുള്ള സുന്ദരകവലയിൽ വെച്ചാണ് മോഷ്ടാവ് അപ്രത്യക്ഷനായത്. അവിടെ നിന്ന് ചെറു റോഡുകൾ വഴി കൊടുങ്ങല്ലൂരിലേക്ക് കടക്കാവുന്നതാണ്. പ്രതി തൃശൂരിലേക്ക് എത്തിയതായും സംശയിക്കുന്നുണ്ട്. മോഷ്ടാവ് കൊച്ചിയിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്ന സംശയത്തെ തുടർന്ന് പ്രധാന പാതകളിലൊക്കെ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. വിവിധ ജില്ലകളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇയാൾ സംസ്ഥാനം വിട്ടുവെന്ന സംശയവുമുണ്ട്. 25 ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കവർച്ചയെ തുടർന്ന് ഫെഡറൽ ബാങ്കിന് സുരക്ഷ കൂട്ടി. ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ബാങ്കിൽ കവർച്ച നടന്നത്. ബാങ്കിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാനിരിക്കവെയാണ് മോഷണം നടന്നത്. ബൈക്കിൽ മുഖം മറച്ചെത്തിയ അക്രമി ബാങ്കിൽ പ്രവേശിക്കുകയും 2 ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ശുചിമുറിയിൽ പൂട്ടിയിടുകയുമായിരുന്നു. ശേഷം കൗണ്ടറിലിരുന്ന ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി. പിന്നീട് കൗണ്ടറിലെ ഗ്ലാസ് കസേര ഉപയോഗിച്ച് തല്ലി തകർത്തതായും പണം കവരുകയും ചെയ്തു. മോഷ്ടാവ് അങ്കമാലി ഭാഗത്തേക്ക് രക്ഷപ്പെട്ടുവെന്നാണ് സൂചന. ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കടകളെയും സ്വകാര്യ സ്ഥാപനങ്ങളെയും അടക്കം 100-ലധികം CCTV ക്യാമറകൾ പരിശോധിച്ചതായി DIG ഹരിശങ്കർ പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:20-നാണ് ഹെൽമറ്റും ഗ്ലൗസും ധരിച്ച മോഷ്ടാവ് കത്തികാട്ടി പോട്ട ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയത്. ഫുൾ സ്ലീവ് ഡ്രസ്സും ഗ്ലൗസും ധരിച്ചതിനാൽ അടയാളങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സ്കൂട്ടറിന്റെ നമ്പർ മറിച്ചത് അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട്. പ്രതിക്ക് സഹായികളുണ്ടോ എന്നാണ് നിഗമനം. ഉടൻ പ്രതിയിലേക്ക് എത്താനാകുമെന്ന ആത്മവിശ്വാസവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ജില്ലാ റൂറൽ SP രൂപീകരിച്ച 28-അംഗ സ്ക്വാഡിലെ ഒരു സംഘം തമിഴ്നാട്ടിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റു 4 ടീമുകൾ കേരളത്തിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. ജില്ലാ ക്രൈം സ്ക്വാഡ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സംഘങ്ങൾ എന്നിവയും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. അടുത്തിടെ പരോളിലും മറ്റുമായി ജയിലിൽ നിന്നിറങ്ങിയ കവർച്ചക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷിക്കുന്നുണ്ട്. ബാങ്കിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ആവശ്യമെങ്കിൽ വീണ്ടും ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചിരുന്നില്ല. 3 മിനിറ്റിനുള്ളിൽ കൺമുന്നിൽ നടന്ന കവർച്ച 20 മിനിറ്റോളം വൈകി പോലീസിനെ അറിയിച്ചാലും ദുരൂഹതയുണ്ടോ എന്നാണ് സംശയം. അക്രമി ബാങ്കിൽ നിന്ന് രക്ഷപ്പെട്ടയുടൻ വിവരം ലഭിച്ചിരുന്നെങ്കിൽ പ്രതിയെ വേഗം വലയിലാക്കാമായിരുന്നെന്നാണ് പോലീസ് പക്ഷം. 47 ലക്ഷം രൂപ മേശപ്പുറത്തുണ്ടായിട്ടും കൗണ്ടറിൽ നിന്ന് 15 ലക്ഷം മാത്രം കവർന്നതും സംശയം സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.